ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജോയ്. പച്ചക്കലയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ ഒരു കലയും സൂത്രവും ഒക്കെ ആയിട്ട് അല്ല നിങ്ങളെ സമീപിക്കുന്നത്. മറിച്ച് നിങ്ങളിൽ പല കൂട്ടുകാരും ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു റിക്വസ്റ്റ് വീഡിയോ ചെയ്യാനാണ് ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത്. അതെന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, നമുക്ക് അവിടെ വരെ ഒന്ന് പോകാം. ഓക്കെ. പിന്നെ കോവിഡിൻ്റെ വ്യാപന നിരക്ക് വളരെ ഉയർന്നു പോകുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, സോഷ്യൽ ഡിസ്റ്റൻസ് പാലിക്കുക, സാനിറ്റൈസ് ചെയ്യുക, അതുപോലെ തന്നെ നമ്മൾ കൂട്ടം കൂടാതിരിക്കുക. അതിനോടൊപ്പം നമുക്ക് ഏറ്റവും കാര്യമായിട്ട് ചെയ്യാവുന്ന കാര്യം ഈ മാസ്ക് ധരിക്കുക എന്നുള്ളതാണ്. മാസ്ക് എല്ലാവരും ധരിക്കുക. ഇതൊന്നും ഞാൻ നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് വേണ്ടെങ്കിലും നമ്മളൊരു കാര്യത്തിന് ചെയ്യുമ്പോൾ നമ്മൾ പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കാമെന്ന് പറഞ്ഞ കാഴ്ചയുടെ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലുള്ള കുറ്റൂര് എന്ന് പറയുന്ന സ്ഥലമാണ്. ഇവിടെ നമ്മുടെ ജൂലി ചേച്ചിയും റാഫേൽ ചേട്ടൻ സ്ഥലത്തില്ല, ജൂലി ചേച്ചി മാത്രമേ ഉള്ളൂ. അവരുടെ വീടാണ്. അവരുടെ വീടിൻ്റെ മുൻപിൽ അവർ ഒരുക്കിയിട്ടുള്ള ഒരു കൊച്ചു ഗാർഡനാണ് ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കൊച്ചു ഗാർഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ധാരാളം ഗാർഡനുകൾ പല വീടുകളിലും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ ഞാൻ ആ വഴി ഇടയ്ക്കൊക്കെ പാസ് ചെയ്ത് പോകാറുണ്ട്. പോകുമ്പോൾ എൻ്റെ മനസ്സിനെ ഉടക്കിയ ഒരു കൊച്ചു ഗാർഡനാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്. ആ ഗാർഡനാവട്ടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ. ഇന്ന് ജൂലി ചേച്ചി ക്യാമറയ്ക്ക് മുമ്പിൽ മുഖം കാണിക്കാനായിട്ട് താല്പര്യം കാണിച്ചില്ല. അവർക്ക് ചെറിയൊരു വൈമനസ്യം പ്രകടിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ജൂലി ചേച്ചിയെ കാണിക്കാൻ കഴിയില്ല. വീട്ടുകാർ പിന്നെ റാഫേൽ ചേട്ടൻ ഇവിടെ സ്ഥലത്തില്ല. ഞാൻ അവരുടെ മനോഹരമായി അവർ കൊച്ചു സ്ഥലത്ത് ഒരുക്കിയിട്ടുള്ള ഒരു ടൈനി ഗാർഡൻ നിങ്ങളെ ഇപ്പോൾ കാണിക്കാം. അപ്പോൾ ഈ ഭംഗിയുള്ള ഗാർഡൻ ഉണ്ടാക്കിയത് ചേച്ചിയാണെന്ന് അറിയാം. ചേച്ചിയുടെ ഇൻട്രസ്റ്റിലാണ് ഇത് ഇത്രയും മനോഹരമാക്കിയിട്ടുള്ളത്. ആദ്യം നമുക്ക് ചേച്ചീനെ ഒന്ന് പരിചയപ്പെടാം. ചേച്ചിയുടെ പേര്? ജൂലിയറ്റ് റാഫേൽ. പിന്നെ ചേട്ടൻ റാഫേൽ ഏട്ടൻ അല്ലേ? റാഫേൽ ഏട്ടൻ ഞാൻ നേരത്തെ വന്ന് പരിചയപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഈ ചെടികൾ ഇതിങ്ങനെ നിങ്ങളിപ്പോൾ ഈ വീട് പണിതിട്ട് എത്ര വർഷമായി? ഇത് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു റീകൺസ്ട്രക്ഷൻ ചെയ്തതാണ്. അതിപ്പോൾ 1-2 വർഷത്തോളം ആവണുള്ളൂ. അതിനുശേഷം ഇപ്പം ഞാൻ ചെടികളൊന്നും വെക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, കാരണം പണികൾ തീർന്നിട്ടില്ല. അപ്പോൾ എല്ലാ പണികളും തീർന്നിട്ട് ചെടി വെക്കാമെന്ന് തോന്നി. പിന്നെ കൊറോണ കാലം വന്നപ്പോഴാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. അതിപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഈ ചുറ്റുവട്ടത്തു നിന്നൊക്കെയാണ് ചെടികൾ കിട്ടിയത്. അങ്ങനെ വെച്ച് വന്നപ്പോൾ ഇൻട്രസ്റ്റായി. പിന്നെ അത് കണ്ടപ്പോൾ കുറച്ച് എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമുക്കും ഇൻട്രസ്റ്റ് കയറി. അങ്ങനെയാണ് ഇത് ഇത്രത്തോളം ആയത്. എന്തായാലും ഇപ്പോൾ ഗാർഡനിങ്ങിൽ ഒരു ഇൻട്രസ്റ്റ് നേരത്തെ കിടക്കുന്നുണ്ട് ഉള്ളിൽ ഇല്ലേ? അല്ലാണ്ട് ഇപ്പോൾ പെട്ടെന്നൊരു ദിവസം അങ്ങനെ പൊട്ടി മുളയ്ക്കില്ലല്ലോ. ഒരു അനുകൂലമായിട്ടുള്ള സാഹചര്യം ഉണ്ടായത് കൊറോണ കാലത്താണെന്ന് മാത്രം. അതെല്ലാവരും ഗാർഡനിങ്ങിലേക്കും അതുപോലെ തന്നെ ക്രാഫ്റ്റ് വർക്കിലേക്കൊക്കെ വന്നിട്ടുള്ളത് ഈ ഒരു കൊറോണ കാലത്ത് തന്നെയാണ്. ഈ 1 വർഷത്തോളം നീണ്ടു നിന്നില്ലേ ഈ കാലങ്ങൾ. അപ്പോൾ പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഈ ചെടികളൊക്കെ മുഴുവൻ സംഘടിപ്പിച്ചത് നമ്മൾ നഴ്സറികളിൽ നിന്ന് വാങ്ങിച്ചതാണോ, അതല്ലെങ്കിൽ എവിടെന്നെങ്കിലും നമ്മുടെ ഫ്രണ്ട്സിൻ്റെ റിലേറ്റീവ്സിൻ്റെ അവിടെ നിന്നൊക്കെ കളക്ട് ചെയ്തതാണോ, എങ്ങനെയാണ്? ഇതിപ്പോൾ എനിക്കിപ്പോൾ ഈ അയൽപ്പക്കത്തു നിന്നൊക്കെ കിട്ടിയതാണ് ഒരുവിധം എല്ലാതും. പിന്നെ കുറച്ച് 1-2 മാത്രമേ ഞാൻ നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അങ്ങനെ കുറച്ച് കളക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ അതുമ്പോൾ തന്നെ ഇത്രയേ ഉള്ളൂ. നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച് അങ്ങനെ വെക്കാൻ എനിക്ക് താല്പര്യം കുറവാണ്. കാരണം നമ്മൾ അങ്ങോട്ട് ഷെയറിങ് ആണ് ഞങ്ങൾ. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്നതെല്ലാം ഈ വീടുകളിലൊക്കെ ഷെയർ ചെയ്യും ഞങ്ങൾ. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഈ ചെടികളൊക്കെ ഈ ചുറ്റുവട്ടത്തുള്ള എല്ലാ വീടുകളിലും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് കൊണ്ട് ഷെയർ ചെയ്തുകൊണ്ട് അതൊരു താല്പര്യമാണ്, ഒരു ഫ്രണ്ട്ഷിപ്പും കൂടുതൽ. അതുപോലെ ഇതിലെ ജോലിക്ക് പോണവർ വരെ നിന്ന് ഇവിടെ വന്ന് ചെടികൾ ചോദിക്കും. അപ്പോൾ അങ്ങനെ കൂടുതൽ ഫ്രണ്ട്ഷിപ്പായെന്ന് മാത്രം. അങ്ങനെയാണ് സാറിനെയും പരിചയപ്പെട്ടത്. തീർച്ചയായിട്ടും ഈ ഇങ്ങനെ കൊടുക്കലും വാങ്ങലും അത് പുരോഗമിക്കുമ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. ഫ്രണ്ട്ഷിപ്പിലും പരിചയക്കാരും ഒക്കെ ധാരാളം വരും. പ്രത്യേകിച്ച് ഈ ഒരു ഫീൽഡിൽ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരുമായിട്ടുള്ളൊരു കൂട്ടിക്കെട്ട് ധാരാളമായിട്ട് ഉണ്ടാവും, നല്ല കോൺടാക്റ്റ് ഉണ്ടാവും. പിന്നെ ഈ ചെടികൾക്ക് സാധാരണ ചേച്ചി ഇപ്പോൾ കൊടുക്കുന്ന വളങ്ങൾ എങ്ങനെയൊക്കെയാണ്? ഞാൻ യൂട്യൂബ് സെർച്ച് ചെയ്യാൻ തുടങ്ങിയത് ഒരുവിധം വളരാൻ തുടങ്ങിയപ്പോഴാണ്. അപ്പോൾ പിന്നെ ഈ പച്ചക്കറികളുടെ എല്ലാ വേസ്റ്റുകളും വെള്ളത്തിലിട്ടിട്ട് അത് 2 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ 2 ഇരട്ടി വെള്ളം ചേർത്ത് ഒഴിക്കാനായിട്ട് അങ്ങനെ കണ്ടു. അത് ഞാൻ സ്റ്റാർട്ടിങ്ങിൽ ചെയ്തിരുന്നു. പക്ഷെ കുറച്ചധികം ചെയ്തപ്പോൾ ചെടികൾ കുരുടിക്കണ പോലെ എനിക്ക് തോന്നി. അപ്പോൾ ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ പൂക്കൾക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞത് പഴത്തൊലി,
ചായപ്പൊടി, ചായയുടെ കൊറ്റൻ, പിന്നെ മുട്ട തോട്, അതുപോലെ 2 ദിവസം വെള്ളത്തിലിട്ടിട്ട് എടുക്കാനൊക്കെ പറഞ്ഞു. അപ്പോൾ അതങ്ങനെ ചെയ്യായിരുന്നു. പിന്നെ 10 മണിയായിരുന്നു എൻ്റെ ഹൈലൈറ്റ്. ഇപ്പം അത് കുറവാണെന്ന്. അപ്പോൾ 10 മണിക്ക് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ അതുപോലെ യൂട്യൂബിൽ കണ്ടു, എപ്സം സോൾട്ട് എന്ന് പറഞ്ഞിട്ട്, മഗ്നീഷ്യം സൾഫേറ്റ്. അത് മുട്ടാവണ വരെ ആഴ്ചയിൽ 2 പ്രാവശ്യം വൈകിട്ട് ഒരു 6 മണിക്ക് ശേഷം സ്പ്രേ ചെയ്യുമായിരുന്നു. അതിനുശേഷമാണ് വളർച്ചയും കൂടുതലായത്, പൂക്കളം നിറച്ചായത്. മറ്റുള്ളതിന് ഞാൻ അധികം വളങ്ങളൊന്നും ഇതുപോലെ ചെയ്തിട്ടില്ല, ചെറുതായിട്ട്. പിന്നെ ഇപ്പം കുറേശ്ശെ എല്ലുപൊടിയും ചാണകം, ഉണങ്ങിയ ചാണകം അത് കൊടുത്തിരുന്നു, വേപ്പും പിണ്ണാക്ക് കുറച്ച്, അങ്ങനെ അത്ര ചെറുതായിട്ട്. ഇപ്പോൾ മൊത്തത്തിൽ വളം കൊടുക്കൽ കുറവാണ്, ഇത് വളർച്ച വന്നതിന് ശേഷം. കേടുപാടുകൾ അങ്ങനെ എന്തെങ്കിലും കേടുകൾ തോന്നാറുണ്ടോ? അങ്ങനെ കേട് തോന്നിയാൽ എന്തെങ്കിലും പ്രത്യേകമായിട്ട് അതിന് ചെയ്യാറുണ്ടോ? ഇപ്പോൾ പ്രത്യേകിച്ച് കേടുകൾ വന്നിട്ടില്ല. അപ്പം ഞാൻ ഇത്തിരി വളം കൂടുതൽ കൊടുത്തുകൊണ്ട് ചൈനീസ് ബാൾസത്തിന് ഇത്തിരി കൂടി പോകുന്നു. അപ്പം ഞാനത് സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ഈ എപ്സം സോൾട്ട് അടിച്ചു കൊടുത്തു. അത് അടിക്കാൻ തുടങ്ങിയപ്പോൾ അതിൻ്റെ കുരുടിപ്പ് കുറേശ്ശെ മാറി. അതുപോലെ ഈ മിലി ബഗിൻ്റെ ഇതുപോലെ കണ്ടിരുന്നു ഞാൻ. അത് ഇതിനു ശേഷം അധികം കാണുന്നില്ല. ഒരു പക്ഷേ ഇത് ഗുണം ചെയ്തു എന്ന് എനിക്ക് തോന്നണേ. ഇതിപ്പോൾ മണ്ണിട്ടിട്ടല്ല അല്ലേ, മുറ്റത്ത് നമ്മൾ കൊത്തി കളച്ചിട്ടല്ല ഇത് വെച്ചിട്ടുള്ളത്. നമ്മൾ ബാഗിനകത്താണ് ഈ പ്ലാന്റ് ചെയ്തിട്ട് അങ്ങനെ ഡിസ്പ്ലേ ചെയ്ത മാതിരിയുള്ള ഒരു പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് അല്ലേ? മണ്ണ് ഇവിടെ തീരെ ഇല്ലാത്തതുകൊണ്ടാണോ എങ്ങനെയത്? അത് മണ്ണിൽ വെക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മണ്ണിൽ വെച്ച് ഇപ്പോൾ വീട് പണി പൂർത്തിയാകാത്തതിൻ്റെ പേരിൽ പിന്നെ എല്ലാം കൂടി പറിക്കേണ്ടി വരും. അപ്പോൾ അതൊരു കാരണം. പിന്നെ കൊത്തി കളച്ചു കൊടുത്ത് മുഴുവൻ മെറ്റലാണ് അതിൻ്റെ ഉള്ളിൽ നിറച്ച്, മണ്ണില്ല. മണ്ണിൽ വെച്ച് ചിലത് ഞാൻ വെച്ച് നോക്കി, പക്ഷെ അത് വളരണില്ല. അപ്പോൾ പിന്നെ ഇതുപോലത്തെ കവറുകൾ വാങ്ങി, കവറിൽ വെക്കുമ്പോൾ അതിന് വളർച്ചയുണ്ട്. പിന്നെ അത് അടുപ്പിച്ച് വെക്കാം, സ്ഥലം തീരില്ലാത്തതുകൊണ്ട്. അതാണ് ഇപ്പോൾ 10 മണി അടക്കം ഞാനത് ഇതിലാണ് വെച്ചിരിക്കുന്നത്, ഉറകളിൽ വെച്ചിട്ട് അത് നല്ലോണം അടുത്ത് വെച്ചു. അപ്പോഴാണ് അത് ഉയർന്ന് നിൽക്കണതും കൂടുതൽ ഷോ വന്നതും അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ആ ഒരു രീതി തന്നെ തുടർന്നു. ചട്ടികളധികം ഇപ്പോൾ വാങ്ങിക്കണ്ട എന്നുള്ള ഒരു തീരുമാനത്തിൽ അങ്ങനെയാണ് എത്തിയത്. ഇതിപ്പോൾ നമുക്ക് വളരെ ലാഭകരമാണ് സംഭവം. പക്ഷെ കാണാനും നല്ല ക്യൂട്ടാണ്. സ്ഥലമില്ലാത്തവർക്ക്, തീരെ ഒട്ടും സ്ഥലമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ ഒരു പിടി മണ്ണ് ഇല്ലാത്തവർക്ക് ഒക്കെ ധാരാളമായിട്ട് അനുകരിക്കാവുന്ന ഒരു രീതിയാണ് ഇപ്പോൾ ഈ ചേച്ചിയുടെ ഈ ഒരു ഗാർഡനിങ്ങിൻ്റെ രീതി. വളരെ ഭംഗിയായിട്ടുണ്ട്. ഈ കൊച്ചു കൊച്ചു കവറിലാവുമ്പോൾ നമുക്ക് ചേർത്ത് വെച്ച് നമ്മുടെ മനസ്സിലെ കലാബോധം അനുസരിച്ചൊക്കെ നമുക്കത് ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. അങ്ങനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ പുറത്തുനിന്ന് നോക്കുമ്പോഴത്തേക്ക് വളരെ മനോഹരമായിട്ടുള്ള, വളരെ കളർഫുള്ളായിട്ടുള്ള ഈ ഒരു ഗാർഡൻ എന്നെ പലപ്പോഴും ആകർഷിച്ചപ്പോഴാണ് ഞാനിവിടെ ഇറങ്ങാമെന്നും ഇതൊക്കെ ഒന്ന് എടുക്കാനും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് ഒന്ന് കാണിച്ചു കൊടുക്കാം, ഷെയർ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചത്. എന്തായാലും വരാൻ പറ്റിയാലും ഇത് കാണാൻ പറ്റിയാലൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇനി ഇതുപോലെ അധികം മണ്ണും അധികം സ്ഥലമൊന്നും ഇല്ലാത്തവർക്ക് വളരെ ക്യൂട്ടായിട്ട് കൊച്ചു ഗാർഡൻ മനോഹരമായിട്ട് എങ്ങനെ നിർമ്മിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ വീടും ഇതിൻ്റെ ശില്പിയായിട്ടുള്ള നമ്മുടെ ചേച്ചിയും. അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ ഗാർഡൻ നിങ്ങളെല്ലാവരും കണ്ടല്ലോ. വളരെ ഭംഗിയായിട്ട്, വളരെ മനോഹരമായിട്ട്, നമുക്കൊന്നും സ്ഥലമില്ല എന്ന് പരിതപിക്കുന്ന അത്തരം പരാതികളുള്ള ആൾക്കാർക്ക്, ഒരു ഗാർഡൻ ഒരുക്കാൻ വീട്ടിൽ സ്ഥലമില്ല എന്നൊക്കെ പറയുന്നവർക്ക്, ഇവർക്കൊരു അല്പം പോലും മുറ്റമില്ല. ഒരു ചെറിയ മുറ്റം, റോഡിനോട് ചേർന്നുള്ള മുറ്റത്താണ് അവർ ഈ കാണിച്ചിട്ടുള്ള ഈ മനോഹരമായിട്ടുള്ള ഈ അത്ഭുതം അവർ സൃഷ്ടിച്ചിട്ടുള്ളത്. ജൂലി ചേച്ചിക്കും റാഫേൽ ചേട്ടനും അങ്ങനെ കഴിയുമെങ്കിൽ നമുക്കൊക്കെ എന്തുകൊണ്ട് കഴിയില്ല? വളരെ ഭംഗിയുള്ള, ആരുടെയും മനസ്സിനെ പിടിച്ചു നിർത്താവുന്ന, ഹൃദയത്തിനെ കീഴടക്കാൻ കഴിയുന്ന അത്രയും മനോഹരമായിട്ടുള്ള ഒരു കൊച്ചു ഗാർഡൻ ഇത്രയും കുറഞ്ഞ സ്ഥലത്ത് ചെറിയ സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുക എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ശ്രമിച്ചാൽ നടക്കും. പിന്നെ ഒരു കാര്യം, 60,000-ഓളം അംഗങ്ങളുള്ള ഒരു സന്തോഷകരമായ കുടുംബമായിട്ട് പച്ചക്കല മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇതുവരെ തന്ന എല്ലാ സപ്പോർട്ടിനും, എല്ലാ പിന്തുണയ്ക്കും, എല്ലാ സ്നേഹങ്ങൾക്കും, എല്ലാ ആത്മാർത്ഥതയ്ക്കും വളരെ നന്ദിയുണ്ട്. ഇനിയും നിങ്ങളെല്ലാവരെയും വലിയ സപ്പോർട്ടും പിന്തുണയും ഈ കാര്യത്തിൽ വേണം. ഞാൻ 2-3 വർഷം കൊണ്ടാണ് നമുക്ക് ഈ 60,000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായത് എന്നറിയാം. അതൊരു നീണ്ട കാലയളവാണ്. എൻ്റെ ജോലി തിരക്കും കാര്യങ്ങളും സമയമില്ലായ്മയും അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണ് ഞാനിത് നിങ്ങൾക്ക് ശരിയാക്കി ഇങ്ങനെ ഓരോന്ന് ഇട്ട് തരുന്നത്. അപ്പോൾ വലിയ ഗ്യാപ്പ് വരുന്നുണ്ട് എൻ്റെ വീഡിയോസ് തമ്മിൽ, അതെനിക്കറിയാം. ഒരുപാട് ആൾക്കാർക്ക് അത്തരത്തിലൊരു പരാതിയുണ്ട്. പക്ഷെ അത് മനഃപൂർവ്വമല്ല. എല്ലാവരും സഹകരിക്കണമെന്ന് പ്രത്യേകം അപേക്ഷിക്കുന്നു. പിന്നെ ഇനി മറ്റൊരു നല്ല കൗതുകവുമായി, നല്ല വിശേഷവുമായി കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും ബൈ.